നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തെ തന്നെ ഭീതിയിലാഴ്ത്തി പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണയ്ക്കെതിരെ പോരാടാൻ ഉറച്ച് നിയമങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ഖത്തർ. കൊറോണ ബാധിതർ ഇതിനോടകം തന്നെ 401ലേക്ക് ഉയർന്നിരിക്കുകയാണ്. രാജ്യത്ത് 64 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിക്കുകയുണ്ടായി. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 401 ഉയർന്നു. സുഖപ്പെട്ടവർ 4 പേർ മാത്രം. ഇതുവരെ 7950 പേരിൽ രോഗപരിശോധന നടത്തിയതായും പൊതുജനാരോഗ്യ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു. വൈറസിനെതിരെ മുഴുവൻ ജനങ്ങളും മുൻകരുതൽ സ്വീകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുകയുണ്ടായി. എല്ലാ രോഗികൾക്കും മികച്ച പരിചരണവും ചികിത്സയുമാണ് നൽകി വരുന്നത്. ആരോഗ്യനില തൃപ്തികരമാണെന്നും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഉംസലാൽ മീൻ മാർക്കറ്റിലെ ലേല നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയവും നഗരസഭാ പരിസ്ഥിതി മന്ത്രാലയവും ചേർന്നാണ് നടപടി. വഴിവാണിഭ കച്ചവടവും താൽക്കാലികമായി നിർത്താൻ നിർദ്ദേശവും നൽകി. ഈ മാസം 18 മുതൽ 21 വരെ ഖത്തറിലെ പോർട്ടോ അറേബ്യയിൽ നടക്കാനിരുന്ന 7ാമത് ഇന്റർനാഷണൽ ബോട്ട് ഷോ മാറ്റിവെച്ചു. ആസ്പെയർ സോണിലെ റെസ്റ്റോറന്റുകളും കഫേകളും ഇന്നു മുതൽ പ്രവർത്തിക്കില്ല. ഡ്രൈവ് ത്രൂ ഡെലിവറി സേവനങ്ങൾ മാത്രമേ അനുവദിച്ചു വരികയും ചെയ്യുന്നുള്ളൂ. വൈറസിൽ നിന്ന് ജനത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ സേവനങ്ങൾ ഉറപ്പാക്കാൻ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി സർക്കാരിന് നിർദ്ദേശവും നൽകി. രോഗം നിയന്ത്രിക്കാൻ കൂടുതൽ നടപടികൾ എടുക്കുമെന്നും അമീർ അറിയിച്ചു. ക്രൈസിസ് മാനേജ്മെന്റ് സുപ്രീം കമ്മിറ്റിയുടെ യോഗത്തിലാണ് അമീർ സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകിയത്. കൊറോണ വൈറസ് പ്രതിരോധ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് യോഗം ചേർന്നത്. വൈറസിനെ പ്രതിരോധിക്കാൻ പൊതു സ്വകാര്യ മേഖലകളുടെ പിന്തുണ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യവും അമീർ ചൂണ്ടിക്കാട്ടി. ഖത്താറിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റുകൾ, കഫേകൾ, ഭക്ഷണ പാനീയശാലകൾ എന്നിവയെല്ലാം പ്രവർത്തനം പുനരാരംഭിക്കുന്നതുവരെ വാടക, വൈദ്യുതി, വെള്ളം, നിരക്ക് എന്നിവയിൽ നിന്ന് ഒഴിവാക്കി. മിഷറി ഡൗൺ ദോഹയിലെ റീറ്റെയിൽ കടകൾ, ഭക്ഷണ പാനീയശാലകൾ എന്നിവരെയും വാടക, മറ്റു സേവന നിരക്കുകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബർവ റിയൽ എസ്റ്റേറ്റിന് കീഴിലുള്ള വാണിജ്യ സ്ഥാപനങ്ങൾക്ക് വാടക നൽകാനുള്ള സമയം ഏപ്രിൽ മുതൽ 3 മാസത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. ബർവയുടെ കീഴിലെ റെസ്റ്റോറന്റുകൾ, വർക്ക്ഷോപ്പുകൾ, ഷോറൂമുകൾ, ഓഫീസുകൾ എന്നിവയ്ക്കാണ് ഇളവ്. രോഗവ്യാപനം കുറയ്ക്കാൻ പൊതുകേന്ദ്രങ്ങളായ ഖത്തർ ഫൗണ്ടേഷൻ, ഖത്താറ പൈതൃക കേന്ദ്രം എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. വോഡഫോൺ ഖത്തറും ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകി. റീറ്റെയിൽ സ്റ്റോറുകളിൽ ജീവനക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. കുട്ടികൾക്ക് വെർച്വൽ ക്ലാസുകൾ തുടങ്ങാൻ വിദ്യാഭ്യാസ മന്ത്രാലയം അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ സ്കൂളുകൾ. രാജ്യത്ത് കൂടുതൽ പേരും വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാന ടെലികോം സേവനദാതാക്കളായ ഉറീഡു പുതിയ ഓഫറുകളും പ്രഖ്യാപിച്ചു. ഇന്റർനെറ്റ് ഉപയോഗം കൂടുന്നതിനാൽ എക്സ്ട്രാ ഡാറ്റ, കൂടുതൽ വേഗതയുള്ള ഇന്റർനെറ്റ്, മാർച്ച് 31 വരെ നാട്ടിലേക്ക് ഉറീഡു മണി വഴി സൗജന്യമായി പണം അയക്കാനുള്ള സൗകര്യം എന്നിവയെല്ലാമാണ് നൽകിയത്. പ്രീ പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കൾക്കും ഹോം ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്കുമെല്ലാം ഓഫർ ലഭിക്കും. ഏപ്രിൽ 15 വരെ സൗജന്യ ഡാറ്റ കൂടാതെ സൗജന്യ വിനോദ ഓഫറുകളും ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 441414441411. രാജ്യത്തെ എല്ലാ ഭക്ഷ്യശാലകളും നിരോധിച്ചിരിക്കുകയാണ്. ടേക്ക് അവേ, ഹോം ഡെലിവറികൾ മാത്രമേ അനുവദിക്കുകയും ചെയ്യുന്നുള്ളൂ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.